ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് PNC മാക്കിന്റെ പുതിയൊരു അപ്ഡേറ്റ് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് 4th അലോട്ട്മെന്റിന് ശേഷമുള്ള ജോയിന്റ് ആൻഡ് നോട്ട് ജോയിന്റ് സ്റ്റുഡന്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ നെക്സ്റ്റ് 5th അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ജോയിന്റ് ആൻഡ് നോട്ട് ജോയിന്റ് ഈ ഒരു ലിസ്റ്റ് നോക്കിയതിന് ശേഷം നിങ്ങൾ പുതുതായിട്ട് ഓപ്ഷൻസ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ഓപ്ഷൻസ് വെക്കാൻ വേണ്ടി വരുന്ന സമയം എന്ന് പറയുന്നത് ഒക്ടോബർ 12-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ്. ഇതുവരെയും നിങ്ങൾ വെച്ച ഓപ്ഷൻസ് ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ഇനി പുതിയതായിട്ട് ഓപ്ഷൻസ് വെക്കണം. അതായത് നിങ്ങൾ പുതിയ കോളേജസ് നിങ്ങൾ ഒന്നേന്ന് ആഡ് ചെയ്താണ് കൊടുക്കേണ്ടത്. അതായത് ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുള്ള കോളേജസ് ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ഇനി ഒന്നേന്ന് പുതിയ കോളേജസ് ആഡ് ചെയ്യണം എന്നതാണ് നമ്മുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ കോളേജസ് ആഡ് ചെയ്യാതെ പഴയ കോളേജസ് വെച്ച് അടുത്ത അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നിങ്ങളെ അത് പരിഗണിക്കുന്നത് ഹിയർ ഫോർ BSc നഴ്സിംഗ് ജോയിന്റ് ആൻഡ് നോട്ട് ജോയിന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ഓപ്പൺ ചെയ്ത് വരുന്നത്. അവിടെ ഓരോ കോളേജസിലും എത്രത്തോളം കുട്ടികളാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്, ആരൊക്കെ അഡ്മിഷൻ എടുത്തിട്ടില്ല, 4th അലോട്ട്മെന്റ് കിട്ടിയിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു വിഷയങ്ങളിൽ താല്പര്യമില്ലാതെ LBS വഴിയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള AMCS FNCK അസോസിയേഷൻ വഴിയോ ഒക്കെ മാറിപ്പോയ കുട്ടികൾ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ കിട്ടിയ കോളേജ് സാറ്റിസ്ഫൈഡ് അല്ലാതെ നെക്സ്റ്റ് 5th അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികളും ഉണ്ടാകാം. എന്തായാലും PNC മാക്കിൽ ഇത്രത്തോളം സീറ്റ് കുറച്ചുകൂടി വന്നത് സ്ഥിതിക്ക് നമുക്ക് എന്തായാലും 5th അലോട്ട്മെന്റ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഓപ്ഷൻസ് എല്ലാവരും പുതുതായിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അതിന്റെ അവസാന ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 12-ാം തീയതി വൈകിട്ട് 5 മണി വരെയാണ്. അതിന് മുന്നോടിയായിട്ട് ഓപ്ഷൻസ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾ അപ്ഡേറ്റ് അറിയുന്നതനുസരിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 കോളേജസ് ഉൾപ്പെടെ അടുത്ത ലിസ്റ്റിൽ വരില്ല. ഒന്ന് അസീസിയ കോളേജ് ആണ്, അതുപോലെ മറ്റ് കോളേജസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസിനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അസീസിയ കോളേജിൽ അലോട്ട്മെന്റിൽ കിട്ടിയ എല്ലാ കുട്ടികളും തന്നെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 5th അലോട്ട്മെന്റിൽ അസീസിയ കൊല്ലം മെഡിക്കൽ കോളേജ് ആഡ് ആകുന്നതല്ല. അതുപോലെ മുന്നോട്ട് പോകുന്തോറും സീറ്റ് വാക്കൻസീസ് കുറഞ്ഞു വരികയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഇനി എത്രത്തോളം ചാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. ഇപ്പോൾ സീറ്റ് വാക്കൻസി വന്നത് കൊണ്ടും കുറെ കോളേജസിൽ തന്നെ ലക്ഷ്മി മേഘം കോളേജ് പോലെയുള്ള കോളേജസിലൊക്കെ തന്നെ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ടില്ല. നല്ല മാർക്ക് കുറവുള്ള കുട്ടികൾ ഇതുവഴി BSc നഴ്സിംഗിന് താല്പര്യമുള്ള കുട്ടികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വാക്കൻസീസ് ഉള്ള കോളേജസ് ഒക്കെ ഒന്ന് പ്രയോറിറ്റി ചെയ്ത് വെച്ച് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ PNC മാക്കിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുക്കണം എന്നത് നിർബന്ധമായ കാര്യമാണ്. അങ്ങനെ നിങ്ങൾ അഡ്മിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെന്റ് അവിടെ ക്യാൻസൽ ആയി പോകുന്നതുമാണ്. അതുപോലെ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് മുന്നോട്ടുള്ള അലോട്ട്മെന്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുമില്ല. അലോട്ട്മെന്റ് കിട്ടുന്ന കുട്ടികൾ ആ ഒരു കോളേജ് ക്യാൻസൽ ചെയ്തുകൊണ്ടാണ് മുന്നോട്ടുള്ള അലോട്ട്മെന്റുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നത് എപ്പോഴും ഓർമ്മ വേണം. മുന്നോട്ട് പോകുന്തോറും നമുക്ക് സീറ്റ് വാക്കൻസീസ് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമായി വരികയാണ്. നെക്സ്റ്റ് മന്ത് ആകുമ്പോഴേക്കും ക്ലാസ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ആകുന്നതുമായിരിക്കും. ഏതൊക്കെ കോളേജസിലാണ് വാക്കൻസി ഉള്ളത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഓൾറെഡി ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയും സാധിക്കുന്നതാണ് കേട്ടോ. ഇത് ഒക്ടോബർ 12-ാം തീയതി 5 മണി വരെ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസിന് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എല്ലാവരും ഓപ്ഷൻസ് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജസ് തന്നെ പ്രയോറിറ്റി ചെയ്ത് വെക്കുക. ഇപ്പോൾ വന്ന 4th അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും പല കുട്ടികളുടെയും കമന്റ്സ് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയ 4th അലോട്ട്മെന്റ് താല്പര്യമില്ല, എനിക്ക് ഇനി മുന്നോട്ട് വേറെ ഹയർ ഓപ്ഷൻ വേണം എന്നുള്ളത്. അതുപോലെ പല കുട്ടികളും പറയുന്നത് ഓൾറെഡി ഫസ്റ്റ് വെച്ച ഓപ്ഷൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, ഇനി എനിക്ക് ഹയർ ഓപ്ഷൻ വേറെ കോളേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കമന്റ്സ് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ഈ ഒരു PNC മാക്കിന്റെ പ്രോസസ് എങ്ങനെയാണെന്നത് കറക്റ്റ് ആയിട്ട് വീഡിയോസ് മുഴുവനായി കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ കമന്റ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. പല കുട്ടികളും മുഴുവനായിട്ട് കാണുന്നില്ല. ഈ ഒരു അപ്ഡേറ്റ് അറിയുമ്പോൾ വെബ്സൈറ്റിൽ കയറി നോക്കിയതിന് ശേഷം നേരെ അവരുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കമന്റ്സ് ഒക്കെ വരുന്നതെന്ന് മനസ്സിലാക്കുന്നു. പല കുട്ടികളും ചോദിക്കുന്നതാണ്, PNC മാക്കിൽ ഇപ്പോൾ ഒരു കോളേജ് കിട്ടി, അവിടെ അഡ്മിഷൻ എടുക്കാതെ ടോക്കൺ ഫീസ് അടച്ച് മാത്രം മുന്നോട്ടുള്ള അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇനി ആ ഒരു അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു കോളേജ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളതും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി പറയുകയാണ്, LBS AMCS FNCK പോലെയുള്ള പ്രോസസ് അല്ല PNC MAK നടക്കുന്നത്. ആ ഒരു പ്രോസസ്സിംഗ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടിയ അലോട്ട്മെന്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ആദ്യം ഒരു അലോട്ട്മെന്റ് 4th കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാതെ ടോക്കൺ ഫീസ് അടച്ചിട്ട് 5th അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇനി 5th അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിയാൽ ആ കോളേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം.
എന്നാൽ ഫിഫ്ത്ത് അലോട്ട്മെന്റ് നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഫോർത്ത് അലോട്ട്മെന്റിൽ തിരികെ വന്ന് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ആ കോളേജ് ഓൾറെഡി ക്യാൻസൽ ആയിട്ടുണ്ട്. അതായത് മുന്നോട്ട് ഓരോ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ള അലോട്ട്മെന്റ് ക്യാൻസൽ ആയി പോകുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഓരോ കോളേജസും ക്യാൻസൽ ആക്കിക്കൊണ്ടാണ് നിങ്ങൾ മുന്നോട്ട് അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എന്നത് ഓൾറെഡി മനസ്സിലാക്കുക. അതുപോലെ പല കുട്ടികളും ചോദിക്കുന്നതാണ് PNC മാക്കിൽ അഡ്മിഷൻ എടുത്തു, ഇനി NOC വാങ്ങിയതിന് ശേഷം അടുത്ത കോളേജിലേക്ക് മാറാൻ പറ്റുമോ എന്നുള്ളത്. അങ്ങനെയൊന്നും PNC മാക്കിൽ പറ്റില്ല എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. പല കുട്ടികളും LBSന്റെ അതേ ലെവലിലാണ് PNC MAക്കയുടെ പ്രോസസ്സ് എന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ എടുത്തു പറയുന്നത്. കമന്റ് സെക്ഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളായതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഓരോ അസോസിയേഷനും എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സിംഗ് നടക്കുന്നത് എന്നത് നിങ്ങൾ വീഡിയോസ് മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കി മാത്രം മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ലാസ്റ്റ് ഫോർത്ത് അലോട്ട്മെന്റിൽ 416 മാർക്ക് വരെയുള്ള കുട്ടികൾക്കാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ 416 താഴെ മാർക്കുള്ള കുട്ടികൾക്ക് ഇനി ഫിഫ്ത്ത് അലോട്ട്മെന്റിൽ കിട്ടാനുള്ള ചാൻസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. പക്ഷെ എത്രത്തോളമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. അതുപോലെ തന്നെ വളരെ മികച്ച കോളേജസിലൊക്കെ തന്നെയും ഇപ്പോൾ സീറ്റുകളൊക്കെ ഫിൽ ആയിട്ടുണ്ട്. വളരെ തുച്ഛം സീറ്റുകൾ മാത്രമാണ് ഇനി ബാലൻസ് ഉള്ളത്. ആ ഒരു സീറ്റിന് നിങ്ങൾക്ക് വേണമെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, ഇഷ്ടപ്പെട്ട കോളേജ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം. അതുപോലെ ബാക്കിയുള്ള ഒരുപാട് സീറ്റുകൾ വാക്കൻസി ഉള്ള പല കോളേജസും കുറച്ച് ആവറേജ് കോളേജസ് ആണ് എന്ന് വിചാരിച്ച് വളരെ മോശം കോളേജസ് എന്നല്ല പറയുന്നത്. ആവറേജ് ആണ്. ബാക്കി എബോ ആവറേജ് ഉള്ള കോളേജസിനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു കോളേജിൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള കോളേജസ് ഓപ്ഷൻസ് വെക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. നല്ല മാർക്കുള്ള കുട്ടികളാണ് അവർക്ക് BSc നഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുള്ളത് എന്നുണ്ടെങ്കിൽ കുറച്ച് ഫെസിലിറ്റീസ് കുറഞ്ഞതായാലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കോളേജസ് താല്പര്യമുണ്ടെങ്കിൽ വെക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതോടൊപ്പം ഓരോ കോളേജസിനെ പറ്റി നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, കോളേജിൽ പോയി അന്വേഷിക്കുക, കോളേജിലെ ചില സീനിയേഴ്സിനോട് സംസാരിക്കുക, എങ്ങനെയാണ് കോളേജസ് എന്ന് ചോദിക്കുക. അതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ കോളേജിന്റെ അഫിലിയേഷൻ ഏതാണ്, യൂണിവേഴ്സിറ്റി INC അപ്രൂവൽ ഉണ്ടോ, ഇതൊക്കെ നിങ്ങൾ കോളേജിൽ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. കുട്ടികളും ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് BSc നഴ്സിംഗിന് INC അപ്രൂവൽ, അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അപ്രൂവൽ ഇല്ലാത്ത കോളേജസ് ആണെങ്കിൽ പ്രശ്നമുണ്ടോ എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അപ്രൂവൽ കുറച്ച് കോളേജസിന് കുറച്ച് ലേറ്റ് ആയിട്ടേ കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ കോളേജ് വിളിച്ച് ചോദിക്കുക, INC അപ്രൂവൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഓൾറെഡി കിട്ടിയിട്ടുള്ള കോളേജസ് ആണ് എന്നുണ്ടെങ്കിൽ ഈ വർഷം കിട്ടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള അപ്രൂവൽ ഇല്ലാത്ത കോളേജസ് ആണ്, അതായത് ഓൾറെഡി ഇങ്ങനെ അപ്രൂവലേ വരാത്ത ഒരു കോളേജ് ആണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ വാല്യൂവിന് ഒരു ഡിഫറൻസ് വരും. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് വാല്യൂ ഇല്ലാത്ത രീതിയിൽ വരും എന്നുള്ളതല്ല പറയുന്നത്. കാരണം കുറച്ച് കോളേജസ് ഇപ്പോൾ സ്റ്റാർട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടി മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പോൾ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രമായിരിക്കും ആ കോളേജസിൽ INC അപ്രൂവൽ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്കത് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കുകയില്ല. പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് വരാം.